ഓണത്തിന് പൂക്കളം ഒരുക്കാൻ നാട്ടിൻപുറത്തെ പൂക്കളും ഓണസദ്യയ്ക്ക് ആവശ്യമായ പച്ചക്കറികളും സ്വന്തം നാട്ടിലെ കൃഷിയിടത്തിൽ തന്നെ ഒരുക്കുകയാണ് തിരുവനന്തപുരം അരുവിക്കരയിലെ ഒരു കൂട്ടം വനിതകൾ. ഓണക്കാലത്തിന്റെ നാടൻ നിറവും രുചിയും വീണ്ടെടുക്കുകയാണ് വനിതകളുടെ നേതൃത്വത്തിലുള്ള കർഷക സംഘം. വിപണിയിൽ നിന്ന് വാങ്ങുന്ന പൂക്കൾക്ക് പകരം സ്വന്തം പറമ്പിൽ വിരിയുന്ന പൂക്കൾ കൊണ്ട് ഓണത്തെ വരവേൽക്കുന്ന പഴയ ഓണക്കാലത്തിന്റെ ഓർമ്മകളെ ഉണർത്തുന്ന കാഴ്ചയാണ് മൈലം പുളിച്ചിമാമൂടിലെ കൃഷിയിടത്തിൽ. പാട്ടത്തിനടുത്ത 3.5 ഏക്കറോളം സ്ഥലത്താണ് കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം ജാസ്മിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം കൃഷി ഇറക്കിയിരിക്കുന്നത്. ഓണപ്പൂക്കളത്തിനായി നട്ടുവളർത്തിയ ചെടികളും ഓണസദ്യക്കുള്ള പച്ചക്കറികളും ഇവിടെ വിളയുന്നുണ്ട്. വാഴ, വെള്ളരി, കോവൽ തുടങ്ങി വിവിധ ഇനത്തിലുള്ള പച്ചക്കറികളാണ് കൃഷിയിടത്തിലുള്ളത്. ഇടവേള കൃഷിയുടെ ഭാഗമായി കിഴങ്ങുവർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വിപണിയിൽ വിലയുയരുന്ന കാലത്ത് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളിൽ ഒരു ഭാഗമെങ്കിലും സ്വന്തം മണ്ണിൽ വിളയിച്ചെടുക്കണമെന്ന ആശയമാണ് സംഘത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ജാസ്മിൻ പറയുന്നു. വിവിധ ഇനം കൃഷികളാണ് നമ്മളിവിടെ കൃഷി ചെയ്ത് വരുന്നത്. വാഴ, ഇടവിള കൃഷികൾ, പച്ചക്കറി കൃഷികൾ ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. കൂടുതലും ജൈവ കൃഷിയാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഓണക്കാലത്ത് നമ്മൾ പുഷ്പകൃഷി ചെയ്തു വരുന്നുണ്ട്. അത് ഇവിടുത്തെ നമ്മുടെ ക്ലബ്ബുകൾക്ക്, നമ്മുടെ വീടുകളിലെ ആൾക്കാരും ഓരോ ഓണക്കാലത്ത് അവർക്കാണ് അത്തമിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പൂ വിപണനം ചെയ്യുന്നത്. എല്ലാ പൂവും നമുക്ക് വിറ്റ് പോകാറുണ്ട്. അപ്പോൾ ഇവിടെ വിളവെടുക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് വിൽക്കുന്നുണ്ട്. 10 പേർ ചേർന്ന JNG ഗ്രൂപ്പാണ് കഴിഞ്ഞ 6 വർഷത്തോളമായി ഇവിടെ വിവിധതരം കൃഷികൾ ചെയ്തു വരുന്നത്. ഓരോ സീസണിലും കാലാവസ്ഥയ്ക്കും വിപണി ആവശ്യത്തിനുമനുസരിച്ച് കൃഷിയിനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് പതിവ്. കൃഷിത്തോട്ടത്തിൽ നടന്ന വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഉദ്ഘാടനം കർഷക സംഘം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും മുൻ MLA-യുമായ DK മുരളി നിർവഹിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചയൻസ് ഗോൾഡ്.